ക്ഷേത്രമുറ്റത്ത് ക്രിസ്തീയ ഗാനം പാടിയ നന്ദഗോവിന്ദം ഭജൻസിനെ ചൊല്ലിയുള്ള തർക്കം കേരളത്തിൽ കനക്കുമ്പോൾ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ആചാര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നെയ്യാറ്റിൻകര രൂപതയുടെ സർക്കുലർ ചർച്ചയാകുന്നു. കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്തതാണ് പഞ്ചവാദ്യവും ചെണ്ടമേളവുമെന്ന രൂപതയുടെ കണ്ടെത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. രൂപതയുടെ അറിയിപ്പിലെ 7ാമത്തെ പോയിന്റ് വായിച്ച് ഞെട്ടിപ്പോയെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കുലറിലെ ആ 7ാം പോയിന്റ് നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ റവറൽ ഡോക്ടർ വിൻസെന്റ് സാമുവൽ ഒപ്പിട്ട 22/7/2023 സർക്കുലറിലെ 7ാമത്തെ നിർദ്ദേശമാണ് വിമർശനത്തിന് വഴിവെച്ചിരിക്കുന്നത്. അതിൽ ഇപ്രകാരം പറയുന്നു: കത്തോലിക്ക വിശ്വാസ പാരമ്പര്യത്തിന് ചേരാത്ത വാദ്യോപകരണങ്ങളായ നെയ്യാണ്ടിമേളം, പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം തുടങ്ങിയവ കർശനമായും ഒഴിവാക്കേണ്ടതാണ്. ഈ നിർദ്ദേശം വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളെയും വാദ്യമേളങ്ങളെയും ഒരു പ്രത്യേക മതവിശ്വാസത്തിന് പുറത്തു നിർത്താനുള്ള ശ്രമമാണോ നടക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. കർത്താവേ, ഇത് അസത്യമാകണമേ. ശ്രീജിത്ത് പണിക്കരുടെ പരിഹാസം ഇങ്ങനെ. ഈ സർക്കുലർ പങ്കുവച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. സംഗീതത്തിനും വാദ്യോപകരണങ്ങൾക്കും പോലും മതവും വിശ്വാസവും ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതിനെയാണ് മതസൗഹാർദ്ദം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു വശത്ത് ക്ഷേത്രങ്ങളിലെ പരിപാടികളിൽ ക്രിസ്തീയ ഗാനം പാടുന്നതിനെ അനുകൂലിക്കുന്നവർ തന്നെ മറുവശത്ത് കേരളീയ കലകളെ പാരമ്പര്യത്തിന് നിരക്കാത്തതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ഇരട്ടത്താപ്പല്ലേ എന്ന വിമർശനം ശക്തമാണ്. കലയ്ക്ക് ജാതിയുണ്ടോ? ചെണ്ടയും പഞ്ചവാദ്യവും ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന കലാരൂപങ്ങളാണ്. അതിന് വിശ്വാസത്തിന്റെ പേരിൽ വിലക്കേർപ്പെടുത്തുന്നത് സങ്കുചിത ചിന്താഗതിയാണെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. വാദ്യമേളങ്ങൾക്ക് പുറമെ തിരുനാൾ ആഘോഷങ്ങളിൽ ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മെഗാ ഷോ എന്നിവയ്ക്കും രൂപത വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങൾ ലളിതമാക്കാനും പണം ദുർവ്യായമാക്കുന്നത് ഒഴിവാക്കാനുമാണ് ഈ നടപടിയെന്ന് രൂപത വിശദീകരിക്കുന്നുണ്ടെങ്കിലും കേരളീയമായ വാദ്യമേളങ്ങളെ അന്യായമായി പ്രഖ്യാപിച്ചതാണ് പൊതുസമൂഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ക്രിസ്തീയ ഗാനം ആലപിച്ച നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ അഭിനന്ദിച്ച് നാട്ടുകാർ, വിമർശിച്ച് ഹിന്ദുത്വ നേതാവ്. അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലുമായി ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഭജന സംഘമാണ് നന്ദഗോവിന്ദം ഭജൻസ്. കോട്ടയം വെമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഇവരുടെ ഭജന അരങ്ങേറിയിരുന്നു. യേശുദാസ് ആലപിച്ച ഒരു ക്രിസ്തീയ ഗാനം ഈ പരിപാടിക്കിടയിൽ നന്ദഗോവിന്ദം ഭജൻസ് ആലപിച്ചിരുന്നു. മോഹൻ സിത്താര സംഗീതം നൽകിയ ഗാനം അടുത്ത കാലത്ത് വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരുന്നു. ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ പള്ളിക്ക് ക്ഷേത്രവുമായുള്ള സൗഹാർദ്ദ ബന്ധം എടുത്തു പറഞ്ഞതിന് ശേഷമായിരുന്നു ഇവർ ഈ ഗാനം അവതരിപ്പിച്ചത്. വലിയ കയ്യടിയോടെയാണ് ജനങ്ങൾ ഇത് സ്വീകരിച്ചത്. എന്നാൽ പലരും ഇവരുടെ ഈ രീതിയെ വിമർശിച്ച് രംഗത്ത് വരികയായിരുന്നു.